ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ലിറ്റിൽ ക്യൂൻ HT എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഉമ്മാക്ക് ഒരു ഫോൺ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്തത്ര വലിയ സന്തോഷം പറഞ്ഞാൽ ഇന്നിപ്പോൾ ആർക്കും ഒരു ഫോൺ വാങ്ങൽ വലിയ സർപ്രൈസ് ഒന്നും അല്ല, എന്നാലും ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മക്ക് ഞങ്ങൾ 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിലേ ഞങ്ങളുടെ ഉപ്പ മരണപ്പെട്ടു. എനിക്ക് 3 വയസ്സ്, അനിയൻ 1 വയസ്സ്, താത്താക്ക് 5 വയസ്സൊക്കെ ആകുമ്പോൾ ഉപ്പ മരണപ്പെട്ടു. അന്ന് മുതൽ അപ്പം ഉമ്മാക്ക് പ്രായം ഏകദേശം അന്ന് കാലത്തൊക്കെ വേഗം കെട്ടിച്ചു വിടുമല്ലോ, അതുകൊണ്ട് 10-23 വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഉമ്മ വിധവയായി. ഉപ്പ മരണപ്പെട്ടല്ലോ. അപ്പോൾ അന്ന് മുതൽ ഉമ്മാക്ക് കഷ്ടപ്പാട് തുടങ്ങിയതാണ്. മക്കളെ പോറ്റാൻ എന്തായാലും ഉമ്മ കൂലിപ്പണി എടുക്കേണ്ട സാഹചര്യമാണല്ലോ. വേറൊരു സപ്പോർട്ട് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മയും ആങ്ങളാൻ്റെ കൂടെയാണ് ഉമ്മ താമസിച്ചത്. ഞങ്ങളുടെ രണ്ടാളുടെ കല്യാണം കഴിച്ച് കൊടുക്കണവരെ ഉമ്മ തറവാട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടാണ് ഉമ്മ ഒരു വാടക വീടെടുത്ത് സെപ്പറേറ്റ് താമസം തുടങ്ങിയത് കേട്ടോ. പിന്നെ എല്ലാ രക്ഷിതാക്കളെയും പോലെ പിന്നെ ആ ഉമ്മാക്കുള്ളൊരു പ്രതീക്ഷ പറയുന്നത് ആ മക്കളാണല്ലോ. പിന്നെ മക്കൾ പറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണല്ലോ. അങ്ങനെ മക്കളൊക്കെ വലുതായി, മകനൊരുവിധം പ്രാപ്തിയായി, ജോലിയായി, ഒരു കുഴപ്പമില്ലാത്ത തരത്തിലൊരു ജോലിയുണ്ട്. അങ്ങനെ മോൻ്റെ സമ്പാദ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഉമ്മാക്കൊരു ഫോൺ വാങ്ങാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഒരു സർപ്രൈസ്, ഒരു സന്തോഷം എന്ന് പറയാൻ കാരണം കേട്ടോ. അനിയൻ ജോലി സ്ഥലത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങാൻ പോയതാണ് കേട്ടോ. അങ്ങനെ മൈജി ഷോറൂമിലേക്ക് എത്തി. ഫോണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അച്ചുകൂട്ടി അവിടെയുള്ള വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ. അവിടെ ഫോണ് മാത്രമല്ല, വാഷിംഗ് മെഷീൻ, TV, AC പറയുന്ന എല്ലാ ഹോം അപ്ലയൻസസും അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഉമ്മാനെ പോലെ അതേ ഒരു സ്ഥാനം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ 3 ആളുടെയും ചെറിയ മാമ പറഞ്ഞാൽ മാമയാണല്ലോ കൂടെ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളുടെ ഉപ്പാൻ്റെ സ്ഥാനത്ത് നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് മാമ ചെയ്ത്. മാമാക്ക് സപ്പോർട്ട്, വലിയ മാമ, അങ്ങനെ എല്ലാവരും സപ്പോർട്ടുണ്ട്. എന്നാലും കൂടുതലായിട്ട് നിന്നത് ഞങ്ങളുടെ ചെറിയ മാമയാണ് കേട്ടോ. അൽഹംദുലില്ലാ കുഴപ്പമില്ല. മാമാക്ക് 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരാണും. മൂത്ത കൂട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അൽഹംദുലില്ലാ റാത്താണ്, സന്തോഷം. എന്തായാലും ഒരു ഭർത്താവിൻ്റെ തുണയില്ലാതെ 3 മക്കളെ വളർത്തണമെങ്കിൽ ഭയങ്കര എന്തായാലും നല്ല ബുദ്ധിമുട്ടും കഷ്ടങ്ങളും എൻ്റെ ഉമ്മ അനുഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മളും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകാമല്ലോ. ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും വളർന്നത് തന്നെയാണല്ലോ ഉമ്മാൻ്റെ കൂടെ, ഉമ്മാൻ്റെ കഷ്ടതകളും ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്ത് മക്കളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുക പറയുന്നത് ഇത് മാതാപിതാക്കളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വ്ലോഗിൽ ഞങ്ങൾ ഉമ്മാക്ക് ഈ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്നതും ഉമ്മ താമസിക്കുന്ന സ്ഥലവും എല്ലാം ഉൾപ്പെടുത്താം. അങ്ങനെ ഉമ്മാൻ്റെ 2 പെൺമക്കളെയും കെട്ടിച്ചു കൊടുത്തു. ഇനി ഒരു മകനുണ്ട്, അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. പിന്നെ അതുപോലെ ഉമ്മാക്കൊരു സ്വന്തമായൊരു വീട് വേണം. ഞങ്ങളുടെ എല്ലാ ആഗ്രഹം ഒരു സ്വന്തമായൊരു വീടുണ്ടായി എൻ്റെ ഉമ്മാക്ക് അതിൽ ജീവിക്കാനുള്ള ആഫിയത്തോടെയുള്ള ദീർഘായുസ്സ് നൽകണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഇട്ടുള്ളൂ. എൻ്റെ ഉമ്മാൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്ന് പറയുന്ന നിമിഷങ്ങൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു നല്ലൊരു സന്തോഷകരമായൊരു ജീവിതം എൻ്റെ ഉമ്മാക്ക് ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ വാങ്ങി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അച്ചൂട്ടിക്കും ഷോപ്പിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കുക വേണ്ടി അച്ചൂട്ടി ഒന്നും കൂടി കയറി പിന്നെ ഇറങ്ങിയെടുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.